ഞാൻ തിരികെ എത്താം അങ്ങയിലേക്ക്. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ കൂടി നമുക്ക് പോകുന്നുണ്ട്. അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ, ഇതിൽ CPIMന്റെ പങ്കാളിത്തം തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ, പോലീസ് അന്വേഷിക്കട്ടെ, അതാണ് ഇടതുപക്ഷം ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അതിന് മുൻപ് നടന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, വ്യാജ പ്രചരണങ്ങൾ പലതരത്തിൽ നടന്നിട്ടുണ്ട്, ഇകഴ്ത്തി കാണിക്കൽ നടന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഉദാഹരണങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. ഈ പർട്ടിക്കുലർ കേസിലേക്ക് വന്നാൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് അത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അത് ആരാണ് ചെയ്തത് എന്നുള്ളതിലേക്ക് അന്വേഷണം കൃത്യമായി നീങ്ങുന്നുണ്ടോ? എന്താണ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിന് മനസ്സിലാക്കാൻ കഴിയുന്നത്? CPMന്റെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞോട് ഞാൻ ചോദിക്കുന്നു, എങ്കിൽ ഇതിൽ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ പരാമർശിക്കപ്പെട്ട ആളുകളെ തള്ളിപ്പറയാൻ CPM തയ്യാറാവട്ടെ. അതിലൊന്ന് അമ്പാടിമുക്ക് സഖാക്കൾ, അതുപോലെ റെഡ് എൻകൗണ്ടർ, റെഡ് ആർമി, പോരാളി ഷാജി എന്നീ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാരെ പുറത്താക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യാൻ CPM തയ്യാറാവട്ടെ. വടകര ബ്ലോക്കിലെ DYFI പ്രസിഡന്റ് റിബേഷിനെ പുറത്താക്കാൻ CPM തയ്യാറാവട്ടെ. എങ്കിലല്ലേ CPMന്റെ പങ്കാളിത്തം ഇല്ല എന്ന് പറയുന്നുള്ളൂ. CPMന്റെ പങ്കാളിത്തം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ CPM ഭരിക്കുന്ന ഈ സർക്കാർ, CPMന്റെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇവർക്കെതിരെ കസ്റ്റഡിയിലെടുത്ത് നടപടിയെടുക്കട്ടെ, അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യട്ടെ. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായിരിക്കുന്നത്? ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കൊലപാതകത്തിൽ ഉപയോഗിച്ച 1000 പേരെതിരെ കേസെടുക്കുക, കൊലപാതകം വെറുതെ വിടുക. ഈ നയമല്ലേ പോലീസ് സ്വീകരിക്കുന്നത്? ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവരുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തു, ഇവിടെ വെറുതെ വിടുന്നു. ഇത് ഏറ്റവും അപഹാസ്യമായ നടപടിയാണ്. മാത്രവുമല്ല, ഇതിനകത്ത് ഒരു CPMന്റെ ഉന്നത നേതൃത്വം അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ, അവിടെയാണ് എന്റെയും സംശയം നിൽക്കുന്നത്. അതായത് നമ്മൾ ഇതിൽ പൊതുസമൂഹം ആദ്യം കാണുന്നത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ്. ഈ പേജിന്റെ അഡ്മിൻ മനീഷ് മനോഹറിന്റെ ഫോണിൽ വോട്ടെടുപ്പിന്റെ തലേ ദിവസം, അതായത് ഏപ്രിൽ 25 ഉച്ചയ്ക്ക് 2:34 റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് വരുന്നു. ഈ റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ അന്ന് ഉച്ചയ്ക്ക് 2:13 അമൽറാമാണ് പോസ്റ്റ് ചെയ്തത്. അമൽറാമിന് പോസ്റ്റ് കിട്ടിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ്. അപ്പോൾ ഇപ്പോൾ ബേസിക്കായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ആദ്യ ഉറവിടമായി നിൽക്കുന്നത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. അതിൽ പോസ്റ്റ് ഇട്ടത് DYFIയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷാണ്, അധ്യാപകനായ റിബേഷാണ് ആ പോസ്റ്റ് ഇട്ടത്. റിബേഷിനെ ചോദ്യം ചെയ്തു, പക്ഷേ റിബേഷ് എവിടെ നിന്നാണ് ഈ പോസ്റ്റ് കിട്ടിയതെന്ന് പറയുന്നില്ല. ഇത് ശൂന്യതയിൽ നിന്നൊന്നും വരില്ലല്ലോ, ഇതിനൊരു പ്രഭവ കേന്ദ്രമുണ്ടല്ലോ. ഒരു പോസ്റ്റൊക്കെ തയ്യാറാക്കണമെങ്കിൽ അതിന് താങ്കൾക്കും അറിയാമല്ലോ, അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അതൊക്കെ ചെയ്തതാരാണ്, ഇത് ക്രിയേറ്റ് ചെയ്തതാരാണ്, ഒന്നും വെളിവാകുന്നില്ല. ഈ ഫോൺ എടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതിനേക്കാൾ ഈ പോസ്റ്റ് ഇട്ടയാൾക്ക് അറിയാമല്ലോ എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ അതിൽ കൊടുക്കുന്ന ചിത്രം അത് എവിടെ നിന്ന് എടുത്തതാണ്, ഏതാണ് സോഴ്സ് എന്ന് എനിക്കറിയണ്ടേ? അപ്പോൾ ആ ഒരു ചോദ്യം പോലും റിബേഷിനോട് ചോദിക്കാതെ മാറ്റി നിർത്തിയിരിക്കുകയാണോ കേവലം ഒരു സാക്ഷിയായി? ഞാൻ പറയട്ടെ, ഇവിടെ പോലീസ് ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമല്ല തലോടി വിടുകയാണ് ചെയ്തത്. എന്ത് നടപടിയെടുത്തു? ഞാൻ ചോദിക്കട്ടെ, ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്ര തന്നെ പുറത്തു വരാൻ മുഹമ്മദ് കാസിം എന്ന ഇരയായ വ്യക്തിയുടെ ഹൈക്കോടതിയിൽ ഹർജി വേണ്ടി വന്നു. അതുവരെ പോലീസ് ഒന്നും പറഞ്ഞിട്ടില്ല. പോലീസ് കഴിയും കിട്ടി നിൽക്കുകയാണ്. പോലീസ് പ്രവർത്തിക്കുന്നത് CPMന്റെ പോഷക സംഘടനയെ പോലെയാണ്. മാത്രമല്ല, ഇന്ന് ശൈലജ ടീച്ചറുടെ പ്രസ്താവന കണ്ടു, ലതിക പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന്. ആ പ്രസ്താവന ആത്മാർത്ഥമാണെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലതിക ഇത് ഷെയർ ചെയ്തില്ലേ? KK ലതിക മുൻ MLA ഷെയർ ചെയ്യുന്നു. DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റാണ് ഇത് ഇട്ടതെന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇവരെയൊക്കെ ചോദ്യം ചെയ്യാതെ എന്തിനാണ് നോക്കുകുത്തിയെ പോലീസ് നിൽക്കുന്നത്? എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് തയ്യാറാവുന്നില്ല? ഈ വർഗീയ വിഷം ഈ സമൂഹത്തിൽ പരത്തുന്ന ഏറ്റവും അപകടകരമായ ഈ പ്രവൃത്തി ചെയ്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് എന്തിനു പഠിക്കുന്നു? അത്തരം ശ്രമിച്ച ആളുകൾക്ക് CPM ഇതാണെങ്കിൽ അവരെ തള്ളിപ്പറയണോ പുറത്താക്കാനോ എന്തുകൊണ്ട് CPM തയ്യാറാക്കുന്നില്ല? ഇതാണ് സമൂഹ മനസ്സിൽ ഉന്നയിക്കപ്പെടുന്ന സംശയവും ചോദ്യവും. അത് ഉത്തരമുള്ള CPM ഗവൺമെന്റും. എന്തുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തത്? ഇരട്ടച്ചെങ്കലെന്ന് വിശേഷിപ്പിച്ച ആളുകളെ, വിളിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്ത നാടാണ് കേരളം. മുഖ്യമന്ത്രിയെ, ആ കേരളത്തിലാണ് സമൂഹത്തിൽ ഇത്രയ്ക്ക് വലിയ മതസ്പർദ്ധ വളർത്തുന്ന, അതിപ്പോൾ മതസ്പർദ്ധ വളർത്തുന്നത് ആരായാലും കാന്തപുരത്തിന്റെ പേരിലുള്ള വ്യാജ ലെറ്ററുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഏതിലായാലും അന്വേഷണം നടന്ന കുറ്റക്കാർ പിടിക്കപ്പെടണം. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ, ഇതിനൊരു